ഇടറും മനസ്സുകൾക്ക് കൈത്താങ്ങാണ് പരിശുദ്ധ മറിയം. കാലിടറുന്ന ജീവിതസന്ധികളിൽ നിന്നെ സഹായിക്കാൻ അവൾ അരികിൽ വരും. നമ്മെ മാറോട് ചേർത്ത് ചുംബിച്ച് അവളുടെ സ്വന്തമാക്കും. എല്ലാ മരിയ ഭക്തർക്കും മാതൃപാതയത്തിലേക്ക് സ്നേഹവന്ദനം. സ്വർഗം ചാർത്തിയൊരഴകേ, ഓ മെയ് മാസപ്പൂവേ സ്വർഗം ചാർത്തിയൊരഴകേ, എൻ കണ്ണീരിൻ മാനത്ത് മഴവില്ലൊളി നീ, തീരാ ദുരിതം തീരുമ്പോൾ അമ്മ വരും അരികെ, ചാരത്തവളുണ്ടെങ്കിൽ എന്നിൽ ആത്മബലം പടരും, സുവിശേഷ കതിരൊളികൾ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ കുറേ സന്ദേശങ്ങളിൽ അതിൽ ഒരു പ്രധാനപ്പെട്ട സന്ദേശം അമ്മ പറയുന്നത് നിങ്ങൾ ആരെയും പരിഹസിക്കരുത് എന്നുള്ളതാണ്. ഈ ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മ നമുക്ക് വെളിപ്പെടുത്തുന്നത് കുറേ ഇങ്ങനെ വ്യക്തിജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചാണ്. നമ്മൾ കുറച്ചും കൂടെ വ്യക്തിജീവിതത്തിൽ കുറച്ചൊരു മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ അഭിഷേകത്തിന് കാരണമാകുന്നതാണ് പരിശുദ്ധ അമ്മ ബോധ്യപ്പെടുന്നത്. അതിൽ ഇന്ന് അമ്മ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പരിഹസിക്കുന്ന വ്യക്തികളെ, മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുന്ന വ്യക്തികളെ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും കൃപയുടെ മഴവില്ല് വിരിയുകയില്ല എന്ന് പരിശുദ്ധ അമ്മ പറയാം. പരിഹസിക്കാതെ നിനക്ക് ജീവിക്കാൻ പറ്റുമോ? ഇന്ന് നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ടെങ്കിൽ വെറുതെ ഒന്ന് ന്യൂസ് ബുള്ളറ്റിനുകളിലൂടെയൊക്കെ കടന്നു പോയാൽ മതി. അതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറേ അധികം കാര്യങ്ങൾ മോസ്റ്റ് പ്രോബബ്ലി ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരെ വിമർശിക്കുകയും മറ്റുള്ളവരെ കുറ്റം പറയുകയും മറ്റുള്ളവരെ പരിഹസിക്കുകയും ചെയ്യുന്നതിൻ്റെ വാർത്തകളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുക. പക്ഷെ പരിശുദ്ധ അമ്മയുടെ കുടുംബത്തിൻ്റെ, നസ്രത്തിലെ കുടുംബത്തിൻ്റെ ഒരു പ്രത്യേകത, പരിശുദ്ധ മറിയവും കുടുംബത്തിലുള്ള ആരും മറ്റുള്ളവരെ പരിഹസിക്കുന്ന ഒരു വേർഡ് പോലും യൂസ് ചെയ്തിരുന്നില്ല എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ഈ ഒരു പ്രാർത്ഥനയിലൂടെ കടന്നു പോകുമ്പോൾ മാതാവിനോട് ചോദിക്കണം, അമ്മേ എൻ്റെ സംസാരം കൊണ്ട് ഞാൻ മറ്റുള്ളവരെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ പരിഹസിക്കുന്നുണ്ടാവും. മാറി നിന്നിട്ട് പക്ഷെ കൂടെ നിൽക്കുമ്പോഴൊക്കെ നല്ല സംസാരം. അപ്പം ഞങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ട്, വൈദികർ നമ്മളിവിടെ നിന്നൊക്കെ സംസാരിക്കുമ്പോൾ എത്ര പേര് നമ്മളിങ്ങനെ എന്ത് നല്ല കാര്യങ്ങൾ പറയണേ, പക്ഷെ മാറി നിന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന എത്ര പേരെ കാണണം, എത്ര കാര്യങ്ങൾ നമ്മൾ കേൾക്കണം. അപ്പം ഇന്ന് മാതാവ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നീ മറ്റുള്ളവരെ കുറ്റം പറയാൻ തുടങ്ങുമ്പോഴും മറ്റുള്ളവരെ വിമർശിക്കാൻ തുടങ്ങുമ്പോഴും നിന്റെ ജീവിതത്തിൻ്റെ അഭിഷേകത്തിൻ്റെ മഴവില്ല് പോകുന്നുള്ളത് നീ കണ്ടെത്തണം. പഴയ നിയമത്തിൽ ഒറ്റ കഥാപാത്രം ഓർത്താൽ മതി. മിരിയാം എന്നാണ് അവളുടെ പേര്. മിരിയാം ചെയ്യുന്നത് എന്താ? മോശ എന്ന് പറയുന്ന കഥാപാത്രത്തെ അവൾ കുറ്റം പറഞ്ഞ് പരിഹസിച്ചു എന്നാണ് വചനം എഴുതി വച്ചിരിക്കുന്നത്. മോശ ഒരു പ്രവാചകനായിരുന്നു, ദൈവത്തിൻ്റെ പുരുഷനായിരുന്നു, ദൈവിക കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്ന മനുഷ്യനായിരുന്നു മോശ. അപ്പം ഈ മോശയ്ക്കെതിരെ മിരിയാമും ടീമും കൂടിയിട്ട് മോശയ്ക്കെതിരെ അനാവശ്യ പരാമർശങ്ങൾ നടത്തി ഇങ്ങനെ ആ മനുഷ്യൻ്റെ ജീവിതത്തിന് ഇങ്ങനെ കറുപ്പ് വലിച്ചെറിയുക. നമ്മൾ പറയില്ലേ, ചെളി ഇങ്ങനെ എറിയണ പോലെ ഈ മനുഷ്യനെതിരെ മിരിയാം ഇങ്ങനെ കുറേ അധികം ചീത്ത കാര്യങ്ങൾ പറഞ്ഞ് പരിഹസിച്ചു എന്നാണ് വചനം പറയുന്നത്. പക്ഷേ പിന്നീടുള്ള വചനം ഒന്ന് വായിച്ചു നോക്കിയാൽ നല്ലതാണ്. ഈ പരിഹസിച്ച മിരിയാമിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന പരിക്ക് എന്താന്നുള്ളത് നിങ്ങൾ വചനത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വചനം പറഞ്ഞു തരുന്ന ഏറ്റവും വലിയ ടോപ്പ് മോസ്റ്റ് എന്ന് പറയുന്ന വാല്യൂ എന്ന് പറയുന്നത് പരിഹസിച്ച അവളുടെ ജീവിതത്തിൽ സംഭവിച്ച പരിക്കാണ്. നീ ഒരാളെ പരിഹസിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും നീ ഒരു പരിക്കിൽപ്പെടും എന്നതിൻ്റെ ഉദാഹരണമാണ് സ്നേഹമുള്ളവരെ മിരിയാമിൻ്റെ ജീവിതം. വചനം പറയുന്നത് ഇങ്ങനെയാണ്: പരിഹസിച്ച ഈ പറയുന്ന സഭയിലുള്ള ശ്രേഷ്ഠ പുരോഹിതനായ മോശയെ പരിഹസിച്ച ഉടനെ സുന്ദരിയായ മിരിയാമിൻ്റെ ദേഹത്ത് മുഴുവൻ ഇങ്ങനെ പുഴുകേറാൻ തുടങ്ങി.
ലോകചരിത്രത്തിൽ ആരും കാണാത്ത രീതിയിൽ കുഷ്ഠം കയറി അവളുടെ ശരീരം മുഴുവൻ ഇങ്ങനെ നിറഞ്ഞു പോയതിൻ്റെ വാർത്ത എഴുതിയിട്ട് തിരുവചനം പറയാണ്, പരിഹസിച്ച ഇവളെ അവളുടെ ജീവിതത്തിന് പറ്റിയ പരിക്കായിട്ട് ഈ കുഷ്ഠം മാറാം. അപ്പം ആ സമയത്താണ് മോശയെ നമ്മൾ ധ്യാനിക്കേണ്ടത്. മോശയുടെ പ്രത്യേകത എന്താ? മോശ വേണമെങ്കിൽ ഈ കുഷ്ഠം വന്ന് പിടിച്ച ഇവളെ നോക്കി പരിഹസിക്കായിരുന്നു. കാരണം ദൈവപുരുഷനായ എന്നെ പരിഹസിച്ചവളാണ്, അവൾക്ക് അത് അങ്ങനെ സംഭവിക്കണം എന്ന് വേണമെങ്കിൽ അവന് പറയായിരുന്നു. പക്ഷേ ആ സമയത്ത് പരിശുദ്ധ അമ്മയുടെ ഒരു നിഴല് മോശയിൽ കാണുന്നത് എങ്ങനെയാണ്? ഇവൻ ഒരിക്കൽ പോലും അവളെ പരിഹസിക്കണില്ല. മാത്രമല്ല പരിഹസിക്കാതിരുന്ന അവൻ അവളുടെ അടുത്ത് പോയിരിക്കുക, അവൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. പരിഹസിക്കാതെ നീ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം ഉടനെ തന്നെ ഇൻ ദാറ്റ് മൊമെന്റ് ഇറ്റ്സെൽഫ് അപ്പോൾ തന്നെ അത്ഭുതം പ്രവർത്തിക്കും. അതിന്റെ തെളിവാണ് മിരിയാമിൻ്റെ അടുത്ത് പോയിരുന്ന് മോശ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എൻ്റെ ദൈവമേ, ഈ മിരിയാമിൻ്റെ ശരീരത്തിൽ നിന്ന് ഈ കുഷ്ഠം മാറ്റിക്കൊടുക്കണമേ എന്ന് പറഞ്ഞ ഉടനെ തിരുവചനം പറയുന്നത് ഇങ്ങനെയാണ്, മിരിയാമിൻ്റെ ശരീരത്തിലെ കുഷ്ഠം മാറി, അവൾ പൂർണ്ണമായ സൗഖ്യം സ്വന്തമാക്കി. സ്നേഹിതരെ, നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ സഭയെ പരിഹസിക്കുന്നവർ, വിമർശിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ചിലപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ഓർക്കണം, വിമർശിക്കാനുള്ള എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത്? നീ ഒരാളെ കൈ ചൂണ്ടി സംസാരിക്കുമ്പോൾ 3 വിരലുകൾ നിന്നിലേക്ക് വരില്ലേ? ആരെയാണ് പരിഹസിക്കാനുള്ള യോഗ്യതയുള്ളത്? നിനക്ക് നിന്റെ ജീവിതത്തിൽ കുറവുകളില്ലേ? എനിക്കൊരു കുടുംബത്തെ ഭയങ്കര ഇഷ്ടമാണ്. ആ കുടുംബത്തെ ഇങ്ങനെ കർത്താവ് ഇങ്ങനെ എടുത്തുയർത്തുന്നത് ഞാൻ കാണാറുണ്ട്. അപ്പം ഞാൻ ഇടയ്ക്ക് അവിടെ വീട്ടിൽ പോകുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, അച്ഛാ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരിക്കൽ പോലും ഇടവക വികാരിയെയോ സഭാ സംവിധാനങ്ങളെയോ തിരുസഭയെയോ ഞങ്ങൾ പരാമർശിക്കാറില്ല, ഒരിക്കലും വിമർശിക്കാറില്ല, ഒരിക്കലും. പ്രത്യേകിച്ച് ഞങ്ങളുടെ മക്കളുള്ള സമയത്ത് ഒരിക്കലും വികാരിയച്ഛനെ കുറിച്ചോ ഇടവകയിലുള്ള സഭയുടെ രീതികളെക്കുറിച്ചോ കുറ്റം പറയില്ല. കുറവുകളുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാച്ച, പക്ഷേ ആ കുറവുകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. ആ കുറവുകൾ മാറ്റിത്തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞിട്ട് നിൽക്കാം. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു, പരിശുദ്ധമ്മ പറഞ്ഞു, മോനെ 2 രാജാക്കന്മാർ 2:23 വായിച്ച് അവസാനിപ്പിക്കാൻ പറഞ്ഞു. നിങ്ങൾ ആരെങ്കിലുമൊക്കെ പരിഹസിക്കുന്ന ശീലമുണ്ടെങ്കിൽ, അനാവശ്യ വാക്കുകൾ പറയുന്നവരുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വചനം വായിക്കണം. എന്ന് പറഞ്ഞാൽ ഏലീഷ ബഥേലിലേക്ക് പോകുന്ന സമയത്ത് ചിലർ ഏലീഷയെ കളിയാക്കിയിട്ട് പറഞ്ഞു, എടാ മൊട്ടത്തലയാ. ഇങ്ങനെയാണ് വചനം എഴുതിച്ചേക്കുക, മൊട്ടത്തലയാന്ന് വിളിച്ചു. ഏലീഷ പ്രവാചകന് മുടി കുറവായിരുന്നു, അവനെ കളിയാക്കിയിട്ട് പരിഹസിച്ച് മൊട്ടത്തലയാന്ന് വിളിച്ച ഉടനെ തിരുവചനം പറയുന്നത് ഇങ്ങനെയാണ്, അവരെ നശിപ്പിക്കാനായിട്ട് 19 പേരുണ്ടായിരുന്നു, അവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ദൈവം കരടികളെ നിയമിച്ച് കരടികൾ ഇവരെ മുഴുവൻ ഇങ്ങനെ കൊന്നുകളഞ്ഞു. ഇത് വചനം എഴുതി വെച്ചേക്കാണ്, നീ ആരെയും പരിഹസിക്കരുത്. ആ നല്ല കള്ളന് സ്വർഗം കിട്ടിയതും മറ്റേ കള്ളന് നരകം കിട്ടിയതിനും കാരണം എന്താ? ഈ മറ്റേ കള്ളൻ എന്ത് ചെയ്യാണ്? ഈശോയെ പരിഹസിച്ചു എന്നാണ് എഴുതി വെച്ചേക്കണേ. ഇവൻ ദൈവത്തിൻ്റെ പുത്രനൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് കളിയാക്കിയത്, ആ പരിഹാസം സ്വർഗം കേട്ട് അവനെ നരകത്തിലേക്ക് വിട്ടു. നമുക്ക് ഈ ഒരു ദിവസങ്ങളിൽ നമ്മൾ ആരെങ്കിലുമൊക്കെ പരിഹസിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പം ഇപ്പോഴത്തെ ഒരു ഭയങ്കര ടേമാണ് ബോഡി ഷെയ്മിങ്. ഒരു വയറ് കൂടിയവന് കാണാൻ ഭംഗിയത്. ഈ ദിവസങ്ങളൊരു വീഡിയോ ഒക്കെ വന്നിട്ടില്ലേ, എന്ന് പറഞ്ഞാൽ കറുത്തു എന്ന് പറഞ്ഞിട്ടുള്ള പേരിൽ ഡാൻസ് കളിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്നവനെ കുറിച്ചൊക്കെ ഇങ്ങനെ വലിയ വിമർശനങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ഉണ്ട്. നമുക്ക് ആരെയും വിമർശിക്കാൻ പറ്റുന്ന കളറിൻ്റെ പേരിലോ, ക്രീഡിൻ്റെ പേരിലോ, മതത്തിൻ്റെ പേരിലോ, ജാതിയുടെ പേരിലോ ഇന്ന് മുതൽ അങ്ങനെ പരിഹസിക്കുന്ന ഏതെങ്കിലും ശീലമുണ്ടെങ്കിൽ നമുക്ക് മാറ്റിക്കളയാം. പരിഹസിക്കാത്ത പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കാം. അമ്മ വഴി നമ്മളെ ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ. സംഭവം: ഒരിക്കൽ കേരളത്തിലെ സെൻട്രൽ ജയിലിൽ ഒരു കത്തോലിക്കൻ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കിടന്നിരുന്നു. അയാളുടെ വധശിക്ഷ നിർവഹിക്കുന്നതിന് 2 ദിവസം മുമ്പ് ഒരു വൈദികൻ ജയിലിൽ ചെന്ന് അയാളെ സന്ദർശിച്ച് അയാളോട് പാപസങ്കീർത്തനം നിർവഹിച്ച് മരണത്തിന് ഒരുങ്ങണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ അയാൾ മറുപടിയായി ഇപ്രകാരം പറഞ്ഞു: ഞാൻ ഇത്രയും നാളും കുമ്പസാരിക്കുകയും കുർബാന കൈക്കൊള്ളുകയും ചെയ്തിട്ട് യാതൊരു പ്രയോജനവുമില്ല. ഇപ്രകാരമുള്ള അന്ധവിശ്വാസം ഉപേക്ഷിക്കാത്ത പക്ഷം 10 കൊല്ലത്തിനകം കേരളത്തിൽ കത്തോലിക്ക സഭ ഉണ്ടായിരിക്കുകയില്ല. ദൈവവും മനുഷ്യാത്മാവും ഒന്നുമില്ല. ഞാനതിൽ വിശ്വസിക്കുമെന്ന് കരുതേണ്ട. ഭഗ്നാശനായ വൈദികൻ തിരിച്ചു പോകുന്നതിന് മുമ്പ് എന്നോടുള്ള സ്നേഹത്തെ പ്രതി ഇത് കഴുത്തിൽ ധരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ഉത്തരീയം കൊടുത്തു. കൂടാതെ അദ്ദേഹത്തോടു കൂടി ഒരു എത്രയും ദയുള്ള മാതാവേ എന്ന ജപവും ചൊല്ലണമെന്ന് ആവശ്യപ്പെട്ടു. അത് അയാൾ നിർവഹിച്ചു. സന്ധ്യയായപ്പോൾ അയാളിൽ
അത്ഭുതകരമായ പരിവർത്തനം ഉളവായി. അടുത്ത ദിവസം പാപസങ്കീർത്തനം നിർവഹിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അയാൾ തന്നെ വൈദികനെ വരുത്തി പാപസങ്കീർത്തനം നിർവഹിച്ചു. അത്ഭുതാവഹമായ പരിവർത്തനം ഉളവായി. വളരെ സമാധാനത്തോടും സംതൃപ്തിയോടും കൂടി മരണത്തെ അഭിമുഖീകരിച്ചു. പ്രാർത്ഥന. ദേവമാതാവേ, അങ്ങ് ദിവ്യകുമാരൻ 12ാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ വെച്ച് കാണാതെ പോയല്ലോ. അവിടുന്ന് അപരാമമായ ദുഃഖം അനുദപിച്ചുവല്ലോ. പ്രിയ മാതാവേ, അങ്ങേ മക്കളായ ഞങ്ങൾ പലപ്പോഴും പാപത്തിൽ ഉൾപ്പെട്ട് ഈശോയെ ഉപേക്ഷിക്കുന്നതിന് അവിടുന്ന് പാപപരിഹാരം അനുഷ്ഠിക്കുകയാണല്ലോ ചെയ്തത്. അവിടുത്തെ ഭൂതകാല പാപങ്ങളെക്കുറിച്ച് അനുദപിക്കുന്നു. മേലിൽ പാപം ചെയ്ത് ഈശോയെ ഉപേക്ഷിക്കാതിരിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. മാതാവേ, അങ്ങേക്ക് ദിവ്യസുതനിൽ നിന്നു പ്രീതിജനമായി ജീവിതം ഭാവിയിൽ ഞങ്ങൾ നയിക്കുന്നതാണ്. ശുദ്ധ ബെർണാദോസ് ദൈവമാതാവിനെ നോക്കി പ്രാർത്ഥിച്ച ജപം. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവനെയെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ നനച്ചുകൊള്ളണമേ. കന്യാവ്രതക്കാരുടെ രാജ്ഞിയായ കന്യകേ, ദയയുള്ള മാതാവേ, ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ച് നിന്റെ തൃപ്പാദത്തിങ്കൽ ഞാൻ അണഞ്ഞു വരുന്നു. നെടുവേർപ്പിട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുമ്പിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ മാതാവേ, എൻ്റെ അമ്മേ, എൻ്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളണമേ. ആമേൻ. ലുത്തിനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ആകാശങ്ങളിലിരിക്കുന്ന ഭാവ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോകരക്ഷിതാവായ പുത്രൻ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. റൂഹാദക്കുദശ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകസ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവകുമാരന്റെ പുണ്യജനനി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാസ്ത്രീകൾക്ക് മകുടമായ നിർമ്മല കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മിശിഹായുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവ പ്രസാദവരത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എത്രയും നിർമ്മലയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്യന്ത വിദഗ്ധിയുള്ള മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കളങ്കഹീനയായ കന്യാസ്ത്രീയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാവ്രതത്തിന് അന്തരം വരാത്ത മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്നേഹഗുണങ്ങളുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതത്തിന് വിഷയമായിരിക്കുന്ന മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സതുപദേശത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്രഷ്ടാവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രക്ഷിതാവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിവേക ഐശ്വര്യമുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രകാശപൂർണമായ സ്തുതിക്ക് യോഗ്യയായിരിക്കുന്ന കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്തുതിപ്രാപ്തിക്ക് ഐശ്വര്യമുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വല്ലഭയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കനിവുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശ്വാസവതിയായിരിക്കുന്ന കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നീതിയുടെ ദർപ്പണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ തെളിവിന്റെ കാരണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആത്മജ്ഞാനപൂരിത പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബഹുമാനത്തിന്റെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവരഹസ്യം നിറഞ്ഞിരിക്കുന്ന പനിനീർ കുസുമമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിന്റെ കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിർമ്മലദന്തം കൊണ്ടുള്ള കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർണാലയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വാഗ്ദാനത്തിന്റെ പേടകമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.
ആകാശമോക്ഷത്തിന്റെ വാതിലേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഉഷകാലത്തിന്റെ നക്ഷത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ സ്വസ്ഥാനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വ്യാകുലന്മാരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്രിസ്ത്യാനികളുടെ സഹായമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാലാഖമാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബാവാന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദീർഘദർശികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്ലീഹന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വേദസാക്ഷികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വന്ദനീയന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാസ്ത്രീകളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല പുണ്യവാന്മാരുടെയും രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അമലോത്ഭവയായിരിക്കുന്ന രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗാരോപിതയായിരിക്കുന്ന രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവേശ്വരന്റെ പുണ്യപൂർണയായ മാതാവേ, ഇതാ നിന്റെ പക്കൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ നീ ത്യജിക്കല്ലേ. ഭാഗ്യവതിയും ആശീർവദിക്കപ്പെട്ടവളുമായ അമ്മേ, സകല ആപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്ത് കൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, മുഴുവൻ മനസ്സോടുകൂടെ അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്ന ഞങ്ങളെ തൃക്കൺ പാർത്ത് എപ്പോഴും കന്യകയായിരിക്കുന്ന മറിയത്തിൻ്റെ അപേക്ഷയാലെ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് കൃപ ചെയ്ത് രക്ഷിച്ചു കൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നീ തന്നരുളണമേ. ആമേൻ. പരിശുദ്ധരാജ്ഞി, കരുണയുടെ മാതാവേ സ്വസ്തി. ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ സ്വസ്തി. ഹവായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു. കണ്ണുനീരിൻ്റെ ഈ താഴ്വരയിൽ നിന്ന് നെടുവേർപ്പെടുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യകാമറിയമേ, ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ളവനും നിത്യനുമായിരിക്കുന്ന സർവേശ്വര, ഭാഗ്യവതിയായിരിക്കുന്ന മറിയത്തിൻ്റെ ആത്മാവും ശരീരവും റൂഹ ദക്കുദാശയുടെ അനുഗ്രഹത്താലെ നിന്റെ ദിവ്യപുത്രന് യോഗ്യമായ പീഠമായിരിക്കാൻ പൂർവികമായി നീ നിയമിച്ചുവല്ലോ. ഈ ദൈവമാതാവിനെ നനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ ഇവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാലെ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യമരണത്തിലും നിന്ന് രക്ഷപ്പെടുവാൻ കൃപ ചെയ്യണമേ. ഈ യാചനകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അങ്ങ് തന്നരുളണമേ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അപേക്ഷ. പാപികളുടെ സങ്കേതമേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, വിജാതികൾ മുതലായവർ മനസ്സ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും
തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, മാർപ്പാപ്പ മുതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. സുഹൃത ജപം. എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ, മെയ് മാസപ്പൂവേ എൻ സ്വർഗം ചാർത്തിയൊരഴകേ